കുറെ നേരമായില്ലേ നിങ്ങൾ തുടങ്ങിയിട്ട്? രാവിലെ എണിച്ചിട്ട് ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കഴിച്ചാൽ പോരായിരുന്നോ? ഏത് നേരം ദോശ തന്നെ. നിനക്ക് ഇത്തിരി ചപ്പാത്തി ഉണ്ടായിക്കൊടുക്ക്. എനിക്ക് ഷുഗർ ആണെന്ന് അറിയില്ലേ? നിങ്ങക്ക് ഷുഗർ ആണ്, ഞാൻ എന്ത് ചെയ്ത്? എനിക്ക് ദോശയും ചമ്മന്തി ആയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലടി. അതാണെങ്കിൽ വായി വെക്കാൻ കൊള്ളില്ല. എന്റെ ഒരു ഗതികേട് കൊണ്ട് ഞാൻ കഴിക്കുകയാണ്. ഇത്രയും ഗതി കെട്ടിട്ട് ഞാൻ ഉണ്ടാക്കണ ഭക്ഷണം നിങ്ങൾ കഴിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ചപ്പാത്തിക്കുള്ള മാവില്ലേ, പിന്നെ ഉപ്മാവ് ഉണ്ടാക്കാനുള്ള റവിയും ഗോതമ്പും എല്ലാം ഉണ്ട്. വേണമെങ്കിൽ തന്നെത്താൻ പോയിട്ട് വിധത്തിലും തരത്തിലും ഉണ്ടാക്കി കഴിക്കും. ഞാൻ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിന്നെ എന്തിനാണ് ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത്? നിങ്ങളെ നോക്കാൻ വേണ്ടിട്ടാണോ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത്? കഴിക്കോ കാലിന് ഒരു കുഴപ്പമില്ലല്ലോ. തള ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ. കുറെ നേരമല്ലേ നീ തളേ പറഞ്ഞിട്ട് പറഞ്ഞു. ആരടി നിന്റെ തള? ഇത്രയും ആട്ടും തുപ്പും കേട്ടിട്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ മോൻ ഗൾഫിൽ പോയ പിറ്റേ ദിവസം തന്നെ എനിക്ക് എന്റെ വീട്ടിൽ പോയി നിന്നോടായിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്യാത്തതേ നിങ്ങളിവിടെ ഒറ്റയ്ക്കാവും പാവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാ എന്നെ ഭരിക്കാൻ നിൽക്കുന്ന. നീ അതൊന്നും പറയാണ്ടേ 2 ചപ്പാത്തി ഉണ്ടായി തടി. മനുഷ്യൻ വിശന്നിട്ട് വയ്യ. നിങ്ങക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചപ്പാത്തി വേണമെങ്കിലേ തന്നെത്താൻ പോയി പരത്തി ഉണ്ടാക്കി ചുട്ട് കഴിക്കാൻ നോക്ക്. ഞാൻ അവിടെ ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചാൽ മതി. ഇത് എന്റെ വീടാടി, ഞാൻ പറയും പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. നീയേ ഇവിടെ ഭരിക്കാൻ വരണ്ട. നടക്കില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവാ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് തന്നെ ഇരുന്നോ? താഴ്ന്നിരുന്നവർ തലയിൽ കയറാൻ നിൽക്കുന്നു താള. ഓടിപ്പോ. നീ എത്ര കാലം ചെന്നാലും ഇവിടെ തന്നെ തിരിച്ചു വരുമല്ലോ. അപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാം. എന്താ ഇവിടെ വന്ന് നിക്കുന്ന? ഒന്നുമില്ല മോളെ, വെറുതെ വന്ന് നിന്നതാ. എന്തോ ഒരു പുല്ല് വളർന്നിക്കാൻ നോക്ക്. അല്ല വിളിച്ചൊന്നുമില്ല അമ്മ. നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വർക്ക് കഴിഞ്ഞ് റൂം എത്തിയുള്ളൂ. കുറെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണ്ടത്രേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെ വിളിക്കാന്നാ പറഞ്ഞത്. പിന്നെ ആ സുമതി വല്യമ്മന്റെ മോന്റെ കല്യാണം ആവാറായില്ലേ, അവർക്ക് എന്താ കൊടുക്കണെന്ന് ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ ആദ്യത്തെ കല്യാണമല്ലേ. ഗീതുവിന്റെ കല്യാണ സമയത്തെ 1000 രൂപയും പിന്നെ നമ്മുടെ ചെക്കൻ്റെ കല്യാണ സമയത്ത് 1500 അങ്ങനെന്തോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 3000-3500 അവർക്ക് കൊടുക്കണ്ടേ നമ്മള്? അതെ, അവൻ ചോദിച്ചതാ. ഏട്ടൻ ചോദിച്ചായിരുന്നു അമ്മ. അടുത്ത ആഴ്ചയല്ലേ കല്യാണം. അപ്പൊ കയ്യിൽ പൈസ ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ ആരുടെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഏട്ടൻ അടുത്ത മാസം സാലറി കിട്ടിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാലോ എന്ന് പറഞ്ഞു. എന്തിനാ ആരുടെങ്കിലും ചോദിക്കണത്? അവൻ കഴിഞ്ഞ മാസം അയച്ചെന്ന പൈസ എൻ്റെ അടുത്തില്ലേ? ഞാൻ തന്നെ അമ്മ ഏട്ടൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. കഴിഞ്ഞ മാസം ആ ടാങ്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം കുറെ പൈസയൊക്കെ ചിലവായല്ലോ. അപ്പം അമ്മൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അത് വേറെ പൈസ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മോളെ, അതൊന്നും എടുത്ത് ചെയ്തതാ. ഇപ്പോൾ കല്യാണത്തിന് കൊടുക്കാനുള്ളതൊക്കെ അമ്മൻ്റെ അടുത്തുണ്ട്. പിന്നെ കല്യാണമായിട്ട് ഡ്രസ്സ് എടുക്കണ്ടേ? നമുക്ക് ഇന്ന് ഷോപ്പിൽ പോയാലോ? എന്തായാലും ഞായറാഴ്ച അല്ലേ. എനിക്ക് സാരി ഒന്നും വേണ്ട മോളെ. കഴിഞ്ഞ മാസം നീ വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്കൊരു സാരി എടുത്ത് തന്നിട്ടായിരുന്നില്ലേ, അതിന് ബ്ലൗസ് അടിച്ചിട്ടതാ അല്ല മറി വെച്ചതാ. എവിടെ പോകുമ്പോൾ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അത് ഞാനിടാം. അതുണ്ടായിരുന്നു അല്ലേ, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അല്ല അപ്പം ഞാൻ ഏതിടുമ്പോ കല്യാണ സാരി എടുത്താൽ മതിയോ? അതാപ്പാടെ ഒരു തവണയിൽ എടുത്തിട്ടുള്ളൂ. എന്തിനാ സാരിയെ കൊടുക്കാൻ നിൽക്കണത്? എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. ഞാൻ ചുരിദാറൊക്കെ ഇടുകയാണെങ്കിലേ ഞാൻ അത് വിട്ട് പോയിട്ടുണ്ടാകും. അല്ല ഈ കല്യാണത്തിന്റെ സാരിയൊക്കെ ഭയങ്കര വെയിറ്റ് അല്ലേ, അല്ലെങ്കിൽ തന്നെ അതൊക്കെ ഉടുത്തിട്ട് പോയാൽ തന്നെ ഒരു ചടപ്പാകും. നമുക്കൊരു കാര്യം ചെയ്യാം, വൈകിട്ട് ടൗണിൽ പോയിട്ടേ ഒരു നല്ല ചുരിദാർ വാങ്ങിക്കാം, അതിട്ടിട്ട് പോവാലോ. എന്തായാലും വൈകിട്ട് പോവാമ്മ. കുറെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണ്ടേ, അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങിയാൽ പോരെ? എന്നാ പിന്നെ നീ പോയിട്ട് തുണി അലക്കാൻ നിന്നോ, ഞാൻ പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കട്ടെ. ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, അമ്മ പോയിരുന്നോ. എന്തായാലും സൺഡേ അല്ലേ, ഇനിയിപ്പം ഉണ്ടാക്കിയിട്ട് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട. ഒരു ദിവസം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാം. എന്നാ പിന്നെ ബിരിയാണി ഒന്നും വേണ്ട മോളെ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതല്ലേ. ഇന്നലെ റീൽസിലെ പിള്ളേരെന്തോ മധുഹൂത അങ്ങനെ എന്തോ ഒരു സാധനം കഴിക്കണുണ്ടു. അതിപ്പം ആദ്യമായിട്ട് വന്ന ഫുഡാ തോന്നുന്നു ഇവിടെയൊക്കെ. അതൊന്ന് ഓർഡർ ചെയ്യേ. ഇതിപ്പോൾ എപ്പോഴും ഒരേ തന്നെ കഴിക്കണ്ടല്ലോ, വെറൈറ്റി ഒക്കെ ആകണ്ടേ. അത് ഞാൻ ഓർഡർ ചെയ്യാം അമ്മ. അമ്മ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുക്കാൻ ഞാൻ പ്രായമായിട്ടിരിക്കുക. വാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് അലക്കാം. വേണ്ട, അത് എനിക്ക് അലക്കി എടുക്കാവുന്നേ ഉള്ളൂ. മെഷീനിൽ ഇടാൻ പറ്റാത്ത തുണികളാണേ, അത് ഹാൻഡ് വാഷ് ചെയ്തെടുത്തോളാം. അമ്മയ്ക്ക് കിടക്കാൻ വൈകി എൻ്റെ കുറച്ച് തുണികൾ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, അതൊന്നും മടക്കി വെച്ചാൽ മതി. അത് ഞാൻ ചെയ്യാം. നീ എന്നാ വേഗം പോയിട്ടേ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ആ ഉള്ള തുണിയൊക്കെ ഒന്ന് വേഗം അലക്കി എടുക്കാൻ നോക്ക്. വെറുതെ വൈകിക്കണ്ടല്ലോ. തുണിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ നേരത്തെ പോയാലും കുഴപ്പമൊന്നുമില്ല. അമ്മ ഇന്ന് ഡോറൊക്കെ തുറന്നിട്ടിട്ട് ആരും ഇവിടെ ഇല്ലേ? അമ്മ ഗീതു നീയാ? ഇതെന്താ മോളെ പറയേണ്ട വന്നത്? എന്താ നാത്തോനെ, എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരണമെങ്കിൽ ഇനി ആരുടെ ചോദിക്കേണ്ടത്? അല്ല അമ്മ എവിടെ? ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ മോളെ, നീ എപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടല്ലേ വരിക. ഇതിപ്പോ പെട്ടെന്ന് വന്നപ്പോ ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. എടി മോളെ, നീ ഇതപ്പോ വന്നേ? ഇപ്പൊ എത്തിയുള്ളൂ അമ്മ.
അപ്പോഴത്തേക്കും അവന്റെ മരുമോൾ ഓരോ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, എന്തിനാ വന്ന് വിളിച്ച് പറഞ്ഞൂടെ എന്നൊക്കെ. എനിക്ക് എന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇനി ഇവരുടെയൊക്കെ പെർമിഷൻ എടുക്കണോ? അമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഓ, അത് വീട്. അല്ലേടി മോളെ, നീ എന്താ ഇങ്ങനെ കോലം കെട്ടിരിക്കുന്നത്? കഴിഞ്ഞ തവണ അവന്റെ കൂടെ വന്നപ്പോഴേ നല്ല തടി ഉണ്ടായിരുന്നല്ലോ. എന്താടി, ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കലില്ലേ? അതിനെങ്ങനെയാ, ആ തള്ള എനിക്കൊരു മനസ്സമാധാനം തന്നിട്ട് വേണ്ടേ? ദീപോട്ടം പോയതിനു ശേഷം പിന്നെ ഉള്ള എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്കാ ചെയ്യണത്. ഒരു സാധനം അത് ചെയ്യില്ല, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ എങ്ങനെ തടിവെക്കാനാ? ആ സാരില്ലടി മോളെ, ആ കൂടി ഒറ്റ മോനല്ലുള്ളൂ. ആ അമ്മ എന്തെങ്കിലും പറഞ്ഞു കൊണ്ട് നീ അതിനനുസരിച്ച് പറയാൻ നിൽക്കണ്ട. മോളിരിക്കി, അമ്മ പോയിട്ടേ പാലെടുത്തിട്ട് വരാം. അമ്മ എവിടേക്കാ പോവാൻ നിൽക്കണത്? നാത്തോനോട് വെറുതെ നിൽക്കല്ലേ, ചേച്ചി എടുത്തോളും. ചേച്ചി, ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് വാ, എനിക്ക് അമ്മയുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാലും നീ ഇരിക്കി, ചേച്ചി ചായ എടുത്തിട്ട് വരാം. നീ എന്തിനാണ് മോളെ അവളിനെ ഓരോന്ന് പറയാൻ നിൽക്കണത്? അവിടെ അടിയുണ്ടാക്കി വന്നുകൊണ്ട് ആ ദേഷ്യം ഞങ്ങളോട് കാണിക്കാൻ നിൽക്കുക? അതിന് അമ്മന്റെ മേലെ ഞാൻ കാണിക്കാൻ നിന്നാ അവളെന്തായാലും വെറുതെ നിൽക്കായിരുന്നില്ലേ? അപ്പൊ ഒരു ഗ്ലാസ് പാൽ എനിക്ക് തിളപ്പിച്ച് കൊണ്ടുവന്നു വേണ്ടേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലും അതൊക്കെ എത്ര വലിയ പണിയാ? അതൊരു പാവടി മോളെ. അല്ലെങ്കിലും ഇവിടെ എന്ത് പണിയാ ഉള്ളത്? ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. വേഗമുള്ള പണിയൊക്കെ ചെയ്ത് തീർത്തിട്ടേ ഞങ്ങൾ ഇരുന്ന് TV കാണും. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണ്? ആ തള്ളയുണ്ടല്ലോ, എൻ്റെ അമ്മായിയമ്മ, ഒരു പണി അത് ചെയ്യില്ല. എല്ലാം എന്നെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ മഹിഷ്മതി സാമ്രാജ്യത്തിലെ ശിവകാമിയില്ലേ, അതുപോലെ ഇങ്ങനെ ഓരോ സാധനം ഓർഡർ ചെയ്യും. ഞാനാണെങ്കിൽ അവരുടെ ഒരു അടിമനെ പോലെ പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു നല്ല വാക്ക് അതാ തള്ളേൻ്റെ വായന വരില്ല. എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഓരോ കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോ ചപ്പാത്തി ഉണ്ടാക്കി തരുന്നില്ല ഉണ്ടേ, അത് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അമ്മേ, ഇവിടെ അധികം തലയിൽ കയറ്റി വെക്കാൻ നിൽക്കൊന്നും വേണ്ട. ഇവിടുത്തെ പണികളൊക്കെ അവള് ചെയ്തോളും. നീ എന്തായാലും മോളെ അങ്ങനെയൊക്കെ പറയണത്? അല്ലെങ്കിലും നീയും അവളൊക്കെ എനിക്ക് ഒരേപോലെ തന്നെയാ. അതങ്ങനെ അമ്മ ഒരേപോലെ ആവാ? ഞാൻ മകളും അത് മരുമകളാണ്, അതുപോലെ കണ്ടാ മതി. അല്ലാണ്ട് ഒരുപാട് പണി തലയിൽ കയറ്റി വെക്കാൻ നിൽക്കല്ലേ, അവസാനം അമ്മയ്ക്ക് പണി കിട്ടുള്ളൂ. എന്താടി മോളെ, നീ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കയറി വന്നതാ? കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒന്ന് സൂക്ഷിച്ചാലേ അമ്മയ്ക്ക് നല്ലത്. അവിടെ ആ തള്ള ഒരു മനസമാധാനം തരാണ്ട ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിനെക്കാളും. അമ്മ എന്താ ഒരു സ്നേഹമില്ലാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ പെണ്ണിനത് എന്തിന്റെ കേടാ? നീ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പാലെടുത്ത് കുടിക്കാൻ നോക്ക്. ഓ, അമ്മക്ക് ഈ പെണ്ണിന് അത്രയും ജീവനാണെന്നാ തോന്നുന്നത്. എന്തൊരു സ്നേഹം എൻ്റെ അടുത്ത്. എൻ്റെ തള്ളയാണെങ്കിൽ ഏത് നേരം ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ചേട്ട തള്ള. ഇതുകൊണ്ട് രണ്ടിനും തെറ്റിച്ചിട്ടുണ്ടെങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഏടത്തി, ഏടത്തി. ദീപക് എന്ത് പറയണ മോളെ? അവൻ സുഖമായിരിക്കുന്നോ? ഇനി എപ്പോഴാ വരിക? ദീപേട്ടന് ഇപ്പൊ 1 മാസമല്ലേ ആയിട്ടുള്ളൂ പോയിട്ട്. 6 മാസം കഴിയുമ്പോഴേ ലീവ്. ഇനിയിപ്പോൾ 5 മാസം കാത്തിരിക്കണം. അല്ലേച്ചി, ഏട്ടനോ? ഏട്ടൻ വരാറായി. അടുത്ത മാസം 20-നെറ്റ് ലീവ് കിട്ടുന്ന പറയുന്നു കേട്ടത്. അല്ല, ഇത്തവണ വരുമ്പോഴേ ഏട്ടൻ ചേച്ചിനും കൂടി കൊണ്ടുപോകണം എന്തോ പറയണ കേട്ടല്ലോ. പോകുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ പോകുന്നൊന്നുമില്ല. ഏട്ടൻ കുറെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അമ്മയുടെ ഒറ്റയ്ക്കല്ലേ, ഞാൻ പോയാ ശരിയാവില്ലടോ. അമ്മയുടെ ഒറ്റയ്ക്കാണ് വേണ്ട എന്താ? എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കാനല്ലേ. ഏട്ടൻ ഇപ്പം നാട്ടിലില്ല, ഗൾഫിലാണ്. അവിടെ ഇപ്പം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചേച്ചിനെ കൊണ്ട് നിർത്താനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ തീപോട്ടിനാണെങ്കിലേ അതിനുള്ള ഒരു വഴിയില്ല. അതുകൊണ്ടപ്പം ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ചേച്ചിക്ക് എന്നാ ഏട്ടൻ ഇത്രയും വിളിക്കുമ്പോഴേ അങ്ങോട്ട് പോയി നിന്നൂടേനോ? പോവാൻ ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല. ഞാനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഏട്ടൻ കുറെ നിർബന്ധിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അമ്മനെ അത്ര ഇഷ്ടമാണോ, അതാ ഞാനും പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഇനിയിപ്പം 1-2 വർഷം ഏട്ടൻ അവിടെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിപ്പം നാട്ടിൽ സെറ്റിൽ ആവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും നോക്കേണ്ടതേ നമ്മൾ മരുമക്കളുടെ കടമയൊന്നും അല്ല. അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. എന്നിട്ട് ചേച്ചി എന്തിനു പോവാണ്ടിരിക്കുന്നത്? ഏട്ടൻ ഇത്രയും വിളിക്കുമ്പോൾ അവിടെ പോയിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതല്ലേ. വെറുതെ എന്തിനാ ചേച്ചി ഇവിടെ നിന്ന് ജീവിതം കളയുന്നത്? ഇല്ല ഗീതു, എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. ആ ചേട്ടൻ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ് പോരാ. ഹലോ. ഓ, എന്താ ഒരു അമ്മായിമ്മ സ്നേഹം വന്നിരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ അതിനേക്കാളും സ്നേഹം ഒഴുകുന്നു അവളുടെ അടുത്ത്. രണ്ടിനും തമ്മിൽ തേറ്റിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അമ്മ, അമ്മ. അവൾ അങ്ങനെ പറഞ്ഞോ? പിന്നല്ലാണ്ട്
അമ്മന്റെ മോള് കള്ളത്തരം പറയും തോന്നുന്നുണ്ടോ? അവളിപ്പോ അജയേട്ടനെ വിളിച്ച് സംസാരിക്കണ ഞാൻ കേട്ടേ ഉള്ളൂ. നാട്ടിലിരുന്ന് മതിയായി, അമ്മ ഒറ്റയ്ക്കാണെന്ന് നോക്കണ്ട, എന്നെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നൊക്കെ അവള് പറയുന്നുണ്ടായിരുന്നു. അന്ന് ചോദിച്ചപ്പോഴേ അവൾ അങ്ങോട്ട് പോകുന്നില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ കുറേ വിളിക്കുന്നുണ്ടായിരുന്നു അവളിനെ. അതിപ്പോ ചാടിക്കറി അമ്മന്റെ മുന്നിൽ അവൾക്ക് പറയാൻ പറ്റുമോ ഞാൻ വരുന്നുണ്ടെന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നല്ല മരുമകൾ പദവിയൊക്കെ പോയി കിട്ടില്ലേ? ഇതിപ്പം അവള് വേണ്ട വേണ്ട എന്നൊക്കെ കുറെ ജാട ഇടുമ്പോഴേ അമ്മയും തോന്നില്ലേ പാവം കുട്ടി എന്തിനാ എനിക്ക് വേണ്ടി ഇരിക്കണം, മോള് പൊയ്ക്കോന്നൊക്കെ. അതിനു വേണ്ടി തന്നെയാ ഇതൊക്കെ അവളുടെ ഒരു നാടകം അമ്മ. നീ എന്തായാലും പറഞ്ഞത് നന്നായിട്ട് മോളെ. ഞാൻ അവളെ ഒരു മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ടാണ് കണ്ടത്. ഇപ്പൊ കൂടി ആ സുമതിന്റെ മകന്റെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കുക ടൗണിൽ പോവാന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കൂടി ഉണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചിട്ട് എത്ര സന്തോഷമായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞതാ. എന്നാലും അവൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അമ്മ അറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ വന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അമ്മ ഈ മരുമകളിനെ എപ്പോഴും മോളെ മോളെ കൊണ്ടിങ്ങനെ പുറകെ നടക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഈ മരുമകളുടെ സ്വഭാവം അങ്ങനെ തന്നെയാ. ഒരുപാട് താഴ്ന്നു കൊടുത്തിട്ടുണ്ടെങ്കിലേ തലയിൽ കയറും. അമ്മ ഒന്ന് സൂക്ഷിക്കണം നല്ല തന്നെയാ. എന്തായാലും അവളുടെ അടുത്ത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അയ്യോ അമ്മ, ഇനി ഇതിപ്പോ ചോദിക്കാൻ പോകുന്നു വേണ്ട. അമ്മ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ, അത് മനസ്സിൽ വെച്ചുകൊണ്ടേ അവളുടെ അടുത്ത് അങ്ങനെ പെരുമാറിയാൽ മതി. ഇനിയിപ്പം അവളുടെ അടുത്ത് ചോദിക്കാൻ പോയിട്ടേ എന്തിനാ വെറുതെ സീൻ ഉണ്ടാക്കണത്? അവള് ചിലപ്പോൾ വിചാരിക്കും നാദവും വന്നിട്ട് ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു. വെറുതെ വേണ്ടമ്മ. എന്തായാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ മോളെ. ഇത്രയും കാലം ഞാൻ അവളെ സ്വന്തം മോളിനെ പോലെ കണ്ടിട്ടേ അവളെന്നോട് ഇങ്ങനെയാ ചെയ്യുന്നെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ദൈവോ, അയ്യോ അമ്മ പോയിട്ട് ഇനി സീനാക്കോ ദൈവമേ. അമ്മ, ദൈവോ ഒന്നിങ്ങോട്ട് വാ. എന്താ അമ്മ? അജയൻ വിളിച്ചിരുന്നാ? ആ അമ്മ, ഇപ്പം വിളിച്ചു വെച്ചേ ഉള്ളൂ. എന്തേ? നിനക്ക് അവൻ്റെ കൂടെ പോണെങ്കിലേ അന്നേ എന്നോട് പറയായിരുന്നില്ലേ? എന്തിനാ ഞാൻ പോകുന്നില്ല പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു നാടകം കളിക്കാൻ നിന്നത്? നാടകോ? അമ്മ എന്തൊക്കെയാ പറയണത്? അല്ലെങ്കിലും ഞാൻ അന്നേ തീരുമാനിച്ചല്ലേ ദുബായിൽ പോകുന്നില്ല എന്നുള്ളത്. അന്ന് നീ തീരുമാനിച്ചൊക്കെ ഞാൻ കുറെ കണ്ടതാ. എന്തിനാ മോളെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചതിക്കാൻ നിൽക്കണത്? നിനക്ക് അവൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിലേ അന്നേ പോയിക്കൂടായിരുന്നോ? ഇതിപ്പോ വെറുതെ അവനെ വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മന്റെ ഇടയിൽ ഇരിക്കാൻ കഴിയില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി വേണ്ടിട്ട് ഇപ്പൊ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നാ? അമ്മ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മതിയടി, നിർത്ത്. നീ അധികം പുണ്യവതിയാകുമെന്ന് നോക്കണ്ട. എന്റെ മോളിനെക്കാട്ടും നന്നായിട്ടാ ഞാൻ നിന്നെ സ്നേഹിച്ചത്. ആ എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യും വിചാരിച്ചില്ല. നീ എന്തായാലും ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. അമ്മ, എടി മോളെ ഗീതു, ഇത്രയും പറഞ്ഞാൽ മതിയാ അതോ ഇനി എന്തെങ്കിലും കൂട്ടി പറയാനുണ്ടോ? അല്ല അമ്മ എന്തിനതൊക്കെ എന്നോട് ചോദിക്കാൻ നിൽക്കുന്നത്? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഇടത്തേക്ക് ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. നീ എന്താടി മോളെ എന്നെ കുറിച്ച് വിചാരിച്ചത്? നീ പറയണ ഓരോ കുത്തിത്തിരിപ്പും കേട്ടിട്ടേ ഞാൻ എൻ്റെ മരുമോളിൻ്റെ അടുത്ത് അമ്മായിമ്മ പോലെ എടുക്കുന്ന? അമ്മ, അതിനെ ഞാൻ എന്ത് ചെയ്തു? മതിയടി, ഇത്രയും നേരം നിനക്ക് നല്ല നാവായിരുന്നല്ലോ, അതൊക്കെ ഇപ്പൊ എവിടെ പോയി? എൻ്റെ മോളെ, ഇത്രയും കാലം നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഒരു സഹായം നീ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടാ? ഇട്ട തുണിയടക്കം ഞാനല്ലേ കഴുകി തരുന്നത്? ആ കഴിച്ച പ്ലേറ്റിനെ അവിടെ വെച്ചിട്ട് പോകും, അതെടുത്ത് കഴുകണതൊക്കെ ഞാൻ തന്നെയല്ലേ? പക്ഷേ ആ കുട്ടി വന്നതിന് ശേഷം എന്നെ കൂടെ ഒരു പണിയും ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ വെറുതെ ഇരിക്കേണ്ടാവട്ടെ ഓരോന്ന് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും എത്ര സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകണമെന്നറിയോ? ആ കുടുംബത്തിലേക്ക് വെറുതെ നിന്റെ കുത്തിത്തിരിപ്പായിട്ട് വരാൻ നിൽക്കല്ലേ. സ്വന്തം മകളിനെക്കാളും നന്നായിട്ടാ ആ വന്നു കയറിയ കുട്ടി എന്നെ സ്നേഹിക്കണത്. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അമ്മൻ്റെ അടുത്ത് സ്നേഹമില്ലെന്നാ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് നിന്റെ സ്വന്തം കാര്യം മാത്രമേ വേണ്ടുള്ളൂ. കുറെ തിന്നണം, കുടിക്കണം, കിടക്കണം, അത് മാത്രമല്ലേ വിചാരമുള്ളൂ? ഞാൻ അപ്പോഴും പറഞ്ഞു കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ പണികൾ അല്ലറ ചില്ലറകൾ പഠിക്കുന്നൊക്കെ. അപ്പം മിണ്ടാതിരുന്നതല്ലേ. എന്നാ പിന്നെ അവിടെ പോയിട്ട് ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നാ? ആ കൂടെ ആയ അമ്മ മാത്രമല്ല ആ വീട്ടിലുള്ളൂ. അപ്പൊ അതിനെ ഒന്ന് സ്നേഹിച്ച് ചെറിയ പണിയൊക്കെ ചെയ്തിട്ട് ഇരിക്കാൻ പോലും നിന്നെക്കൊണ്ട് കഴിയില്ലേ? ആ തള്ള നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നുമല്ല, അതൊരു മൂച്ചയുടെ തള്ളയാ. എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ 10 ഇങ്ങോട്ട് പറയും. അപ്പൊ ഞാൻ അതൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ട് നിൽക്കണമെന്നാ? ഞാൻ അതിനനുസരിച്ച് കണക്കിന് കൊടുക്കുകയും ചെയ്യും. എടി മോളെ, സ്നേഹത്തോടെ നമ്മൾ അവൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിലേ അവർ തിരിച്ചും അതേ സ്നേഹം നമുക്ക് തരും. ഇത് ഒന്ന് പറയുമ്പോഴേക്കും രണ്ടപ്പുറത്ത് പറയാൻ നിന്നാലേ അവർ പിന്നെ എങ്ങനെയാ പ്രതികരിക്കുക?
ആ കൂടെ ആയ അമ്മയല്ലേ ഉള്ളൂ. അപ്പൊ അതിനൊന്ന് സ്നേഹിച്ചിട്ട് നിനക്ക് പോയിക്കൂടായിരുന്നോ? ഇത് ഇപ്പൊ നിങ്ങൾ ഏത് നേരം ഇങ്ങനെ പോരടിച്ചുകൊണ്ടിരുന്നാലേ ഗൾഫിൽ ആ കുട്ടി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോ അവൻ എത്ര വിഷമം ഉണ്ടാകും. ഏ എടി മോളെ, ആ പെൺകുട്ടിയെ എന്നെ അമ്മായിമ്മയായിട്ടല്ല സ്വന്തം അമ്മയായിട്ടാ കാണുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ കൂടെ പോണെന്നുണ്ടെങ്കിലേ അവൾക്ക് എന്നേ പോവായിരുന്നില്ലേ. എന്നിട്ടും അവൾ ഇവിടെ ഇരിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ. അതെനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാ ഞാൻ അവളുടെ അടുത്ത് ഇത്രയും സ്നേഹത്തിൽ പെരുമാറുന്നത്. ആ കുടുംബത്തിനിടയ്ക്ക് നിന്റെ ഓരോ കുത്തിത്തിരിപ്പും കൊണ്ട് വന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലേ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. നീ എന്തിനാടി മോളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കണത്? എൻ്റെ അമ്മ, ആ തള്ള എനിക്ക് അവിടെ ഒരു സമാധാനം തരുന്നില്ല. അപ്പം നിങ്ങൾ രണ്ടും കൂടി ഇവിടെ നല്ല സന്തോഷമായിട്ട് കഴിയുന്ന കാണുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞതാ. അതിനിങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്വന്തം ജീവിതം പോയി വന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതം കൂടി തകർക്കാൻ വേണ്ടി നടക്കുക. നീ എൻ്റെ മോൾ തന്നെയാണോടി? ഞാൻ ഇങ്ങനെയൊക്കെയാണോ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഒരു സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൻ്റെ അടുത്ത് ഒരു സ്നേഹത്തിൽ നിൽക്ക്. ഇനിയിപ്പം അവന്റെ ഭാഗത്താണ് പ്രശ്നമെങ്കിലേ അത് നീ കണ്ടില്ല കേട്ടില്ല പറഞ്ഞിട്ട് നടക്ക്. പ്രായമായ ആൾക്കാരല്ലേ, അവരവന്റെ പ്രായത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരും. നിങ്ങൾ പുതിയ തലമുറയിലുള്ള പിള്ളേരല്ലേ. ഇനിയിപ്പം രണ്ടു ഭാഗത്തും പറ്റുന്നില്ലെങ്കിലേ നീ കാര്യം അവളുടെ അടുത്ത് വിളിച്ച് പറയേ, ഏട്ടാ അങ്ങനെയൊക്കെയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാണ്ട് ഒന്നിനും രണ്ടും പറഞ്ഞ അമ്മൻ്റെ അടുത്ത് പഴക്കിട്ടിട്ടേ വീട് വിട്ട് ഇറങ്ങി വരികയല്ല ചെയ്യേണ്ടത്. സോറി അമ്മ, ഞാൻ എന്തോ ഒരു ഇതിൽ പറഞ്ഞു പോയതാ. സോറി. സോറി നീ എൻ്റെ അടുത്തല്ല ആ കൂട്ടിൻ്റെ അടുത്താ പറയേണ്ടത്. അത് ഇത്രയും അതിൻ്റെ സന്തോഷം സുഖമൊക്കെ കളഞ്ഞിട്ടല്ലേ എന്നെ നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മായിമ്മമാരെ നോക്കേണ്ടതേ മരുമക്കളുടെ ഒരു കടമയല്ല. അത് ഞാൻ പറയാണ്ടെന്നെ നിനക്ക് നന്നായിട്ട് അറിയാലോ. ശരിക്കും മക്കൾ തന്നെയാ നോക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് അവള് വരുത്തിയിട്ടുണ്ടാ? അവള് അവിടെ കൂടെ പോവാണ്ടേ ഞാൻ ഒറ്റയ്ക്കാവും വേണ്ടാ പാവം ഇവിടെ വീട്ടിലിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലേ എങ്ങനെയാടി മോളെ? അതിനെ നന്നായിട്ട് സ്നേഹിക്കല്ലേ വേണ്ടത്. സോറി അടുത്തേ, ഒന്നും മനസ്സിൽ വിചാരിക്കല്ലേ. സോറി. ആ സാരില്ല ഗീതോ, എന്തായാലും നീ ഇന്ന് പോവാൻ നിൽക്കണ്ട. നാളെ ഞാനും അമ്മയും കൂടി നിന്റെ വീട്ടിലേക്ക് വരാം. എന്താ ശരിക്കും പ്രശ്നം എന്നുള്ളതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാലോ. നിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണോ അതോ ആ അമ്മൻ്റെ ഭാഗത്തു നിന്നാണെന്ന് എന്തായാലും ഒന്ന് ക്ലിയർ ചെയ്യുക. നീ വിഷമിക്കണ്ട കേട്ടോ. ആ ചേച്ചി, എന്നാ പിന്നെ ഇനിയും നിന്ന് സമയം കളയണ്ട. ഡ്രസ്സൊക്കെ മാറ്റിയിട്ടേ നമുക്ക് വേഗം ഇറങ്ങാൻ നോക്കാം. ആ അമ്മ. മോളെ ദൈവവും സോറി കേട്ടോ അമ്മ നിന്നെ ചീത്ത പറഞ്ഞതിന്. ആ സാരില്ല അമ്മ. അമ്മ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കായി പോയി. എന്നാലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ആ അമ്മ.